ഹലോ, തോട്ടക്കാരൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബൊഗെയിൻവില്ലയുടെ പേരാണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറഞ്ഞ ബൊഗെയിൻവില്ലയാണ്. ഈ ബൊഗെയിൻവില്ലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾക്കാണ്. ഇലയുടെ കളറെന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന കണക്കല്ല, നല്ല പച്ച കളറും മഞ്ഞ കളറും കൂടെ കൂടി കലർന്നതാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത്. നല്ല ആ ഒരു ഇലയ്ക്ക് വല്ലാത്തൊരു പ്രത്യേകത. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന ബൊഗെയിൻവില്ലയ്ക്ക് ഇങ്ങനെ ഒരു ഇലയില്ല. രണ്ടാമത് ഇതിൻ്റെ പൂക്കളാണ്. നല്ല വെള്ള കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. പക്ഷേ നിങ്ങളിപ്പം തോന്നുന്നുണ്ടാവും ഇതിൻ്റെ പൂക്കളെല്ലാം പിങ്ക് അല്ലേ, പിന്നെന്താ അങ്ങനെ പറഞ്ഞെന്ന്. പക്ഷേ ഇതിൻ്റെ പൂക്കൾ വെള്ള തന്നെയാണ്. വെള്ള വന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പിങ്ക് ആദ്യമേ ചെറിയ രീതിയിലുള്ള പിങ്ക് വന്ന് അത് മുഴുവനാവില്ല. ആ വെള്ള അപ്പോഴും ഉണ്ടാവും. പിങ്ക് ബോർഡറിൽ കൂടെ വന്ന് അകത്തോട്ട് ഇങ്ങനെ സ്പ്രെഡായി പോകുന്നതാണ് ഇതിൻ്റെ കളറ്. നല്ല വെയിലത്തിരിക്കുന്ന ഒരു ബൊഗെയിൻവില്ലയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുള്ളിടത്ത് വെക്കുമ്പം ഈ ബൊഗെയിൻവില്ല ശരിക്കും ഇതിനകത്ത് വെള്ളയുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. കാരണം അത്രയും നല്ല വെയിലത്ത് ഇതിൻ്റെ കളറ് മുഴുക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം ദേ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ബൊഗെയിൻവില്ലയുടെ നമ്മളുടെ ഗാർഡനിൽ വിൽക്കുന്ന തൈയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കണ്ടോ, അതിൻ്റെ പൂവ് വെള്ളയിൽ നിന്ന് പിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന പൂവാണ്. കുറേ ദിവസം ഇതിൻ്റെ പൂക്കൾ നിൽക്കും. അതുകൊണ്ട് ആദ്യം വൈറ്റ് വന്ന് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പിങ്ക് ആവുന്നത്. അപ്പം കാണാൻ എപ്പോഴും നമുക്ക് ഈ പിങ്ക് പൂക്കളാണ് എപ്പോഴും കാണാൻ ഭംഗി. രണ്ടാമത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ ബൊഗെയിൻവില്ലയുടെ കണക്കുള്ള ഇതളല്ല. നമ്മൾ ഈ ക്രേപ്പിൻ്റെ പേപ്പറൊക്കെ കണ്ടിട്ടില്ലേ, ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രേപ്പിൻ്റെ പേപ്പർ, ചെറിയ ചുരുളൊക്കെ ഉള്ളത്, അതേപോലെ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ എതളിനുള്ളത്. നല്ല രസമാണ് അത് കാണാനായിട്ട്. സാധാരണയുള്ളൊരു സ്മൂത്തായിട്ടുള്ളൊരു എതളല്ല ഇതിന്. അത് നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ ഒരു ക്രേപ്പിൻ്റെ കണക്ക് ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ അപ്പിയറൻസ് തന്നെ, ഒരു ടെക്സ്ചർ വേറെ രീതിയിൽ ഇതിൻ്റെ പൂക്കൾ. അപ്പോൾ എല്ലാം നമുക്ക് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ചോയ്സാണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ്. ഈ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത് ജാക്ക്പോട്ട് വെറൈറ്റിയാണ്. നമ്മുടെ ഗോൾഡൻ ജാക്ക്പോട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കളർ ചേഞ്ചിങ് ആണ്. നിങ്ങൾ ഈ കാണുന്ന കളറല്ല ഈ പൂവിൻ്റെത്. ഇതാണ് ഗോൾഡൻ ജാക്ക്പോട്ടിൻ്റെ ശരിക്കുള്ള പൂവിൻ്റെ കളർ. ലാവൻഡർ കളറാണ്. ഇതിപ്പോൾ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഫോട്ടോയാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തതാണ്. ശരിക്കുള്ള ലാവൻഡർ കളറാണ് ബൊഗെയിൻവില്ലയാണിത്. പക്ഷേ ആദ്യം കാണിച്ചത് നല്ല തണലത്ത് നിൽക്കുന്ന ഇച്ചിരിയും കൂടെ കളർ കൂട്ടിയിട്ട ഫോട്ടോയാണ്. ഇത് നല്ല വെയിലെത്തിക്കുന്ന ജാക്ക്പോട്ടാണ്. ഈ ലാവൻഡർ കളറാണ് മങ്ങിയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബൊഗെയിൻവില്ലയുടെ ആ ഒരു ഇലയും ഈ ഒരു ബഞ്ച് കണക്ക് നിൽക്കുന്ന പൂവും ഇതാണ് ഫോട്ടോ ആയിട്ട് എനിക്കെടുക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ആകുമ്പോഴാണ്. നമ്മൾ സാധാരണ ബൊഗെയിൻവില്ലയ്ക്ക് ലാവൻഡർ കളറൊക്കെ എപ്പോഴും സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു കളറാണ്. പക്ഷേ ഈ ഒരു കളറും ഈ ഇലയും ഇത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കാണാത്തൊരു കളറായതുകൊണ്ടാണ് ഇത് കൂടുതൽ ഞാൻ എടുക്കുന്നത്. ഈ ഒരു കളറ് എപ്പോഴും ബൊഗെയിൻവില്ല പിടിച്ച് കുറേ ദിവസം നിന്നതിന് ശേഷമാണ് ഈ ഒരു കളറിലോട്ട് ട്രാൻസ്ഫോം ആയിട്ട് വരുന്നത്. ലാവൻഡർ മങ്ങി ഈ ഒരു പിങ്ക് ആയിട്ട് മാറുന്നതാണ്. ഈ ഒരു കളറ് നമുക്ക് ബൊഗെയിൻവില്ലയ്ക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റുന്ന ഒരു കളറല്ല, ഒരു റെയർ കളറാണ്. അപ്പം അത് കളർ ചേഞ്ച് വന്നാൽ തന്നെയും ഒരുപാട് ദിവസം ഈ ഒരു കളറ് ഈ ഒരു ബൊഗെയിൻവില്ലയിൽ കാണും. അതാണ് ഗോൾഡൻ ജാക്ക്പോട്ടിൻ്റെ പ്രത്യേകത. ലാവൻഡർ കളർ ഇതിനകത്ത് ഒട്ടുമില്ല. ഇപ്പം അത്രയും നല്ല വെയിലത്താണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. ആ പ്ലാന്റ് നിൽക്കുമ്പോൾ ഫോർമോസയുടെ കണക്കത്താണ് ഇടയ്ക്കത്തെ ആ പൂവിൻ്റെ അത് വന്നത്. ഫോർമോസ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ തണ്ടിന് കട്ടി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റിയിലാണ് അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഫ്ലവേഴ്സ് തന്നെ വരുന്നത്. ഇതിൻ്റെ ഈ കൊല കുത്തിക്കിടക്കുന്ന ഈ പൂക്കളും ഇതിൻ്റെ ഈ ഇലയുടെ രണ്ട് കളറും നല്ല രസമാണ് കാണാനായിട്ട്. ഗോൾഡൻ ജാക്ക്പോട്ട് ഒരു വെറൈറ്റി തന്നെയാണ്. ഹൈബ്രിഡ് ഇനത്തിൽ തന്നെ ഒരു വെറൈറ്റി ആണ് ഈ ഗോൾഡൻ ജാക്ക്പോട്ട്. ഇതിൻ്റെയൊക്കെ തൈകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിളുത്ത് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഹൈബ്രിഡ് ബൊഗെയിൻവില്ലയ്ക്ക് റേറ്റും കൂടുന്നത്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അതിൻ്റെ വേര് പിടിക്കത്തില്ല. അപ്പം തൈകൾ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഗോൾഡൻ ജാക്ക്പോട്ടിൻ്റെയൊക്കെ തൈകളുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരുപാട് തൈകളൊന്നുമില്ല. സ്പ്ലാഷിൻ്റെ തൈകളും ഉണ്ട്, നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. വാട്സാപ്പ് നമ്പറിൽ ഹായ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് ലിസ്റ്റ് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ വില വരുന്നത് തന്നെ ഇതിൻ്റെ തൈകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. നമ്മൾക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ വരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ വേര് പിടിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും പുറത്തുള്ള വെറൈറ്റി ഞങ്ങൾ അധികം എടുക്കാത്തത് കൊണ്ടാണ് ഇത്രയ്ക്ക് തൈക്ക് ഷോർട്ടേജ് വരുന്നത്. വെളിയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊന്നും നമ്മൾ അധികം അങ്ങോട്ട് തൈകൾ ഇപ്പോൾ എടുക്കുന്നില്ല. അതിന് കംപ്ലൈൻറ്റ് ഒരുപാട് കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തന്നെത്താനെ ഇതിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കണം.
ഒരുപാട് ദിവസം എടുക്കും വേര് പിടിച്ച് വരാനും തൈ ഉണ്ടാവാനും. നല്ല തൈകളാണെങ്കിൽ നമ്മൾക്ക് എന്നെന്നും ഇത് നിലനിൽക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മൾ തന്നെ നമ്മൾ വിശ്വാസമുള്ള നമ്മൾ ഗാർഡൻ നേഴ്സറിയുമായിട്ട് കൊളാഷ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഇപ്പം ഗോൾഡൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ. വേണ്ടുന്നവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന് മുന്നേ തന്നെ ഇതിൻ്റെ ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ നമ്മൾ സെയിലിന് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഈ പറയുന്ന നമ്പറിലൊന്ന് ഹായ് അടിച്ചാൽ മതി. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കേരളത്തിൽ എവിടെയും നമ്മൾ സേഫായിട്ട് കൊറിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം ഈ ഒരു ലാവൻഡർ കളറാണ് ഗോൾഡൻ ജാക്ക് ഫ്രൂട്ടിന്. അപ്പോൾ ഇന്ന് കാണിച്ച 2 ബൊഗെയിൻവില്ലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെയൊക്കെ തൈ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക.